ദുരന്തങ്ങൾ ഉറ്റവരെയും ഉടയവരെയും ഇല്ലാതാക്കുമ്പോൾ അതിജീവിക്കാനുള്ള ജനതയുടെ ശ്രമങ്ങളെപ്പോലും കൊള്ളയടിക്കാനുള്ള അവസരമായി ചിലർ കാണുന്നുണ്ട്. വയനാട്ടിലെ ചൂരൽമലയിൽ മണ്ണിടിഞ്ഞവരുടെ പുനരധിവാസം മുതൽ ശബരിമലയുടെ പേരിൽ നടന്ന അയ്യപ്പ സംഗമം വരെ നീളുന്ന ഒരു വിവാദ കഥയാണ്. ടെൻഡറില്ല, വ്യവസ്ഥകളില്ല, നിർമ്മാണം ഒരേ ഒരു പേരിൽ മാത്രം, ഊരാളുങ്കൽ. അഴിമതിയുടെ ഈ പ്രതിധ്വനി കേരളം കേട്ടു തുടങ്ങുകയാണ്. വയനാട്ടിലെ കണക്കുകൾ പരിശോധിച്ചാൽ ആരും ഞെട്ടും. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി സർക്കാർ വകയിരുത്തിയിരിക്കുന്നത് 1289 കോടി രൂപയാണ്. അതായത് ഒരു വീടിന് സർക്കാർ കണക്ക് പ്രകാരം ഏകദേശം 75 ലക്ഷം രൂപയോളം ചെലവ് വരുന്നു. എന്നാൽ നോക്കുക, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ വെറും 15 മുതൽ 20 ലക്ഷം രൂപയ്ക്ക് ഇതിലും മികച്ച സൗകര്യമുള്ള കൂടുതൽ സ്ഥലവിസ്തീർണമുള്ള വീടുകൾ പണിതു നൽകുന്നു. സർക്കാർ നിർമ്മിക്കുന്ന 1000 സ്ക്വയർ ഫീറ്റ് സിമന്റ് കട്ട വീടിന് പകരം 8 സെന്റിൽ 1100 സ്ക്വയർ ഫീറ്റിൽ ചെങ്കല്ല് കൊണ്ട് ഉറപ്പുള്ള വീടുകൾ സന്നദ്ധ സംഘടനകൾ പൂർത്തിയാക്കുന്നു. എവിടെ പോകുന്നു ബാക്കി വരുന്ന ഈ കോടികൾ? ഇത് ജനങ്ങളെ സഹായിക്കാനാണോ അതോ ഊരാളുങ്കലിനെ പോറ്റാനാണോ? എന്താണ് ഊരാളുങ്കലിന്റെ ഈ അപ്രമാദിത്യം? പിണറായി സർക്കാരിന്റെ കാലത്ത് മാത്രം 1 ലക്ഷം കോടി രൂപയുടെ വഴിവിട്ട ഇടപാടുകൾ ഈ സൊസൈറ്റി വഴി നടന്നുവെന്നാണ് ആരോപണം. ടെൻഡറില്ലാതെ കരാറുകൾ നൽകുക, എന്നിട്ട് അത് ഉപകരാറുകൾ നൽകി കമ്മീഷൻ അടിക്കുക, ഇതാണ് ശൈലി. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരെ നോക്കുകുത്തിയാക്കി ഭരണസിരാ കേന്ദ്രമായ പി ശശിയുടെ ഓഫീസിൽ നിന്ന് നിയന്ത്രിക്കപ്പെടുന്ന ഒരു അഴിമതി യന്ത്രമായി ഊരാളുങ്കൽ മാറി. അക്രഡിറ്റഡ് ഏജൻസി എന്ന പദവി ഉപയോഗിച്ച് അയ്യപ്പ സംഗമം പോലുള്ള പരിപാടികൾ പോലും ടെൻഡറില്ലാതെ ഇവർക്ക് നൽകുന്നത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടന്നത് പകൽ കൊള്ളയാണ്. താമസ ചെലവിൽ മാത്രം 13 ലക്ഷം രൂപയുടെ വ്യത്യാസം. ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലെ ഈ പൊരുത്തക്കേടുകൾ അഴിമതിയുടെ ആഴം വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രിക്ക് വേണ്ടി ലക്ഷങ്ങൾ ചെലവാക്കി കട്ടിലും മെത്തയും ഒരുക്കാൻ ഭക്തരുടെ പണം ഉപയോഗിച്ച ഭരണകൂടം ഈ ദൂർത്തിന് മറുപടി പറഞ്ഞേ മതിയാകും. ഊരാളുങ്കലിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിന് കരാർ നൽകിയത് വഴി LDF ലക്ഷ്യം വെച്ചത് ആത്മീയതയല്ല, മറിച്ച് കൃത്യമായ സാമ്പത്തിക ഇടപാടുകളായിരുന്നു. ദുരന്തമുഖത്തും ഭക്തിയുടെ ഇടങ്ങളിലും അഴിമതിയുടെ വിഷം കലർത്തുന്ന ഈ രീതി കേരളത്തിന് അപമാനമാണ്. ഊരാളുങ്കലിലെ ഈ ശതകോടികളുടെ അഴിമതി അന്വേഷിക്കണമെന്ന ആവശ്യം ഇന്ന് ശക്തമാണ്. ജനങ്ങളുടെ നികുതി പണം ഊരാളുങ്കലിലൂടെ പാർട്ടിയുടെ ഖജനാവിലേക്ക് മാറ്റുന്ന ഈ കളി ജനങ്ങൾ തിരിച്ചറിയുന്നു. അധികാരത്തിന്റെ തണലിൽ എത്ര മൂടി വെച്ചാലും സത്യം പുറത്തുവരും. എല്ലാം ജനമറിയട്ടെ എന്ന മുദ്രാവാക്യം ഇനി സർക്കാരിനെതിരെ ജനങ്ങൾ മുഴക്കും.